തടവിലാക്കപ്പെട്ടേക്കാം, കൊല്ലപ്പെട്ടേക്കാം, വധശിക്ഷയ്ക്ക് വരെ നടപടിയെടുത്തേക്കാം. ഇതാണ് ഷെയ്ഖ് ഹസീന ഇന്നലെ പറഞ്ഞ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പക്ഷേ എന്ത് ചെയ്താലും ഞാൻ ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന് ഷെയ്ഖ് ഹസീന പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഷെയ്ഖ് ഹസീനയ്ക്ക് അവരുടെ ജനങ്ങളിൽ, ബംഗ്ലാദേശിലെ ജനങ്ങളോടും ജനാധിപത്യത്തോടും വിശ്വാസമുണ്ട് എന്നാണ്. പക്ഷേ ഈ പ്രസംഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അതിന്റെ ഒരു സംക്ഷിപ്തം എന്താണെന്ന് പറയാമോ സാർ? അതോടൊപ്പം തന്നെ അതിന്റെ ഒരു അവലോകനവും. ആദ്യമേ ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയൻ. സർ, ഷെയ്ഖ് ഹസീന ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ നിന്നും ഇന്ത്യ കുറെ അധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഈ അവര് പറഞ്ഞത് ഈ അവിടെ വിദ്യാർത്ഥി സമരവും യുവജന സമരവും യുവജനങ്ങളും വിദ്യാർത്ഥികളും കൂടി ചേർന്ന് നടത്തിയ കലാപമോ ആയിരുന്നില്ല അവരെ പുറത്തു ചാടിച്ചത് അധികാരത്തിൽ നിന്നും. അവര് പുറത്തു ചാടിച്ചത് ജയിലിൽ നിന്ന് തുറന്നുവിട്ട ടെററിസ്റ്റുകളും ഭീകരവാദികളും ക്രിമിനലുകളുമാണ്. അത് തുറന്നുവിട്ടത് ബംഗ്ലാദേശിലുള്ള പാകിസ്ഥാനി ഏജൻസും ജമാഅത്തെ ഇസ്ലാമി അതുപോലുള്ള സംഘടനകളും ചേർന്നിട്ടാണ്. അവരാണ് ഇത്രയും വൃത്തികേട് കാണിച്ചത്. കാരണം വിദ്യാർത്ഥികൾ അത്രയും ചെയ്യില്ല അപകടം എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് ഇപ്പോഴും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലുള്ള വിശ്വാസമാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ബംഗ്ലാദേശിന്റെ ഗവൺമെന്റ് ഷെയ്ഖ് ഹസീനയെ ഈ പ്രസംഗത്തിന് ശേഷം വിശേഷിപ്പിച്ചത് an absconding convicted genocider എന്നാണ്. എന്ന് പറഞ്ഞാൽ പിടികിട്ട പുള്ളിയായ ശിക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യക്കുരു നടത്തിയ വ്യക്തി എന്നാണ് പറയുന്നത്. അവര് ബംഗ്ലാദേശിനെയും ബംഗ്ലാദേശിലെ ജനങ്ങളെയും ദുഷിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. ഇത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണെന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ വാട്ട് എവർ ഇറ്റ് മേ ബി, ഷെയ്ഖ് ഹസീന പറഞ്ഞത് കഴിഞ്ഞ 2024 ജൂലൈയിൽ നടന്ന സംഭവം, കലാപം എന്ന് പറയുന്ന ഭരണമാറ്റത്തിന് വേണ്ടി നടത്തിയ ഒരു പദ്ധതിയായിരുന്നു. അതിൽ വിദേശ ശക്തികളെല്ലാം ഇൻവോൾവ് ആണ്. അത് ഷെയ്ഖ് ഹസീന പറഞ്ഞത് മാത്രമല്ല, അവര് പറഞ്ഞത് മുഹമ്മദ് യൂനസ് അവരെ പിന്തുടർന്ന് ഈ ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായി ചുമതലയേറ്റ മുഹമ്മദ് യൂനസ്, അദ്ദേഹം ഒരു ഇസ്ലാമിക് ഭീകരവാദിയാണ്. അയാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ആസൂത്രണം ചെയ്ത ഒരു സംഭവമാണ്. അത് ഒരു നല്ല ബുദ്ധിരാക്ഷസനാണ് ഈ കലാപം പ്ലാൻ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഷെയ്ഖ് ഹസീന പറഞ്ഞ കാര്യം ഇതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് ആയിരുന്നില്ല, എന്ന് പറഞ്ഞാൽ നേച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നില്ല. മാസങ്ങളോളം നടന്ന് ആസൂത്രണത്തിന്റെ ഫലമായിട്ട് നടത്തിയ കലാപമാണിത് എന്നാണ് പറയുന്നത്. ഇതിനുള്ള നിർദ്ദേശം നിർദ്ദേശം മുഴുവനും ഒരു അപ്രത്യക്ഷമായ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു നേതൃത്വമാണ് ഇതിനുള്ള നിർദ്ദേശം നൽകിയത് മുഴുവൻ എന്ന് പറയുന്നുണ്ട്. ജനങ്ങളുടെ ജനാധിപത്യത്തിനുള്ള ഒരു സമരം ആയിരുന്നില്ല ബംഗ്ലാദേശിൽ നടന്നത്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ കലാപം, ജൂലൈ മാസത്തിലെ കലാപം വിദ്യാർത്ഥികളുടെയോ യുവാക്കളുടെയോ ആയിരുന്നില്ല, മുൻ തടവുകാരുടെ, പ്രത്യേകിച്ച് ജയിലിൽ നിന്നും തുറന്നുവിട്ട ഭീകരരുടെയും അതുപോലെ ക്രിമിനലുകളുടെയും കലാപമായിരുന്നു. ആ റയറ്റ്സിന് നേതൃത്വം നൽകിയത് ഈ ഭീകരരും ക്രിമിനലും കൂടിയാണ്. പിന്നെ ഷെയ്ഖ് ഹസീന പറഞ്ഞു, ഞാൻ വിദ്യാർത്ഥികളുമായിട്ട് യുവജനങ്ങളുമായിട്ട് സംവദിക്കാനും ചർച്ച നടത്താനും പലവട്ടം ശ്രമിച്ചതാണ്. പക്ഷെ അത് മുഴുവനും അട്ടിമറിക്കുകയായിരുന്നു. അത് ആരട്ടിമറിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല. ഈ ഒരു കലാപം ഉണ്ടാകേണ്ട സാഹചര്യം ഒന്നും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശിന്റെ ഇക്കോണമി വളരെ ഹൈ ആയിരുന്നു. അവരുടെ GDP, ആഭ്യന്തര ഉൽപാദനം, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 6 കൂടുതലായിരുന്നു, 6.5 കൂടുതലായിരുന്നു. ഇന്നിപ്പോ ബംഗ്ലാദേശിന്റെ GDP എന്ന് പറയുന്നത് 2 താഴെയാണ്. ആർക്കൊക്കെയോ ബംഗ്ലാദേശിൽ കലാപവും അരാജകത്വവും സൃഷ്ടിക്കണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അവിടെ നടന്നത്. ഇന്നിപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇത് ഷെയ്ഖ് ഹസീനയുടെ തന്നെ വാക്കുകളാണ്, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ ഭയചകിതരാണ് കഴിയുന്നത്. എത്രയോ പേരെയാണ് അവർ കൊന്നൊടുക്കിയത്. ഇപ്പോഴത്തെ മുഹമ്മദ് യൂനസിനും അതിനുശേഷവും വന്ന ഗവൺമെന്റുകൾ ആയിരക്കണക്കിന് പേർ അപ്രത്യക്ഷരായി.
ഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് എന്നാ പറയുന്നത്. അവരെവിടെ പോയി എന്ന് അറിയില്ല. മിക്കവാറും അന്വേഷിച്ചു കഴിഞ്ഞാൽ അവരുടെ അസ്ഥി കൂടോ തലയോട്ടിയൊക്കെ എവിടെന്നെങ്കിലും കിട്ടുമായിരിക്കും. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ ഈ രാജ്യങ്ങളിലെ കലാപങ്ങൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. അത് ഷെയ്ഖ് ഹസീനയും ഇന്നലെ പറഞ്ഞു. യുവജന രോഷം എന്ന വിശേഷണത്തോടെയാണ് ഈ കലാപങ്ങൾ അരങ്ങേറിയത്. അപ്പൊ ഇപ്പൊ ഭാരതത്തിൽ നടന്ന ഈ അനിഷ്ട സംഭവങ്ങൾ, അതായത് പ്രത്യേകിച്ച് ജന്തർ മന്ദറില് ക്രിസ്ത്യൻ ജിഹാദി പാർട്ടി അഥവാ CJP, അതല്ലെങ്കിൽ അവരെ പറ്റി പറയുന്ന കോക്രോച്ച് പാർട്ടി എന്നാണ്, അവര് നടത്തിയ കഴിഞ്ഞാട്ടും ഇത് യുവജനങ്ങൾ സൃഷ്ടിച്ചതല്ല. വിദ്യാർത്ഥി സമരം എന്ന പേരിൽ നടത്തിയ കലാപത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും 50 വയസ്സ് 60 വയസ്സ് പ്രായമുള്ളവരായിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെ അശ്ലീല പദപ്രയോഗം നടത്തി അദ്ദേഹത്തെ ശാരീരികമായി അപകടപ്പെടുത്തണമെന്നാണ് ഇക്കൂട്ടർ ആഹ്വാനം ചെയ്തത്. ഫേസ്ബുക്കില് അവരെന്നിട്ട് എന്ത് പറ്റി, പ്രധാനമന്ത്രിക്ക് എതിരായിട്ടുള്ള സ്ലോഗൻസിനും വീഡിയോസിനും വളരെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രി നടത്തിയ വിദ്യാർത്ഥികളോട് നടത്തിയ അഭ്യർത്ഥനയൊക്കെ അവർ ബ്ലാക്ക് ഔട്ട് ചെയ്തു. ഇത് ഫേസ്ബുക്കിന്റെ മെറ്റയുടെ ചീഫ് സക്കർബർഗ് ഇന്നലെ പറഞ്ഞതാണിത്. അപ്പൊ ഇതിന്റെ കുഴപ്പം എന്താ ഉണ്ടാവണെന്നറിയാമോ? ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബംഗ്ലാദേശിലും ശ്രീലങ്കയൊക്കെ ചെറിയ രാജ്യങ്ങളാണ്. അവിടെ ഇത് എളുപ്പമായിരിക്കും, ഇന്ത്യയിൽ നടക്കില്ല എന്ന് നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റി. ഇവരെന്ത് ചെയ്യും ഈ കലാപകാരികളെന്ന് വെച്ചാല്, അവര് ഡൽഹിയിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ബോംബെയിലും അതുപോലെ കൽക്കത്തയിലും ഒക്കെ പെട്ടെന്നൊരു കലാപം അഴിച്ചുവിടും, റീജിയൻ സ്പെസിഫിക് ആയിട്ട്. അത് വളരെ എളുപ്പമായിരിക്കും. കാരണം ഒരു സ്ഥലത്ത് കലാപം നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് കലാപം നടക്കും. എല്ലായിടത്തും അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ഇന്ത്യ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ലൊക്കേഷൻസിൽ നിന്ന് ഈ കലാപങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ ലോകം മുഴുവൻ കാണാൻ പോണ എന്താണ്? ഇന്ത്യയിൽ വൻ കലാപം, നരേന്ദ്രമോദി ഗവൺമെന്റിനെ മാറ്റണം. ഇത് ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദ തന്ത്രമാണിത്. അതാണ് ഇവർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ. ഒരേ സമയത്ത് 5-6 സ്ഥലങ്ങളിൽ കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഇപ്പൊ മധ്യപ്രദേശില് ഈ ജൂലൈ മാസത്തില് 3 ദിവസം 4 ദിവസമായിട്ട് കർഷക സമരം നടന്നു ഭോപ്പാലില്. അവര് ഈ എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നോ പ്രൊക്യൂർമെന്റ് പ്രൈസ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ സമരം നടത്തിയത്. ഒരു സുപ്രഭാതത്തിൽ അവര് സമരം നടത്തി. ആ സമരത്തിന് മുഴുവൻ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ അംഗീകാരം കിട്ടി. അതേപോലെ പണ്ട് 2020-ലോ 2021-ലോ കോവിഡ് വന്ന സമയത്ത് ഡൽഹിയിൽ തമിഴ്നാട്ടിൽ നിന്ന് പോയ കുറെ കർഷകരെന്ന് അവകാശപ്പെടുന്ന ആൾ, അയാൾ ഒരാൾ എന്റെ പരിചയക്കാരനാ, അയ്യാക്കണ്ണ്, പൊന്നുസ്വാമി അയ്യാക്കണ്ണ്. അവൻ ജീവിതത്തിൽ ഇന്നവരെ കൈക്കോട്ടോ തൂമ്പയോ കൈകൊണ്ട് എടുത്തിട്ടില്ല. അയാൾ വക്കീലാ. അയാൾ യാത്ര ചെയ്യുന്ന ലിമോസിൻസിലാണ്. എന്തെന്നാ BMW എന്നോ ബെൻസ് എന്നൊക്കെ പറഞ്ഞ കാറിലാണ് അയാൾ യാത്ര ചെയ്യണത്. അയാളും ഒരു 10-30 പേരും കൂടി പോയി കോണ കൊടുത്തു കഴിഞ്ഞിട്ട് ഡൽഹിയിലെ പ്രകടനം നടത്തി. എന്നിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് തുണി ഒന്നും ഇല്ലാണ്ട് ഓടിപ്പാഞ്ഞു കയറി ആ റോഡിലേക്ക്. കിസാൻ മർ രഹാ ഹെ, കിസാൻ ഭൂഖ് മേ ഹെ, കിസാൻ മർ രഹാ ഹെ എന്ന് പറഞ്ഞ്, എന്നിട്ട് പ്രതീകാത്മകമായിട്ട് എലീനെയും പെരിച്ചാഴിനെയും പാമ്പിനെയും പഴുതാരേനെയൊക്കെ പിടിച്ച് തിന്നണ പോലെ കാണിച്ചു. ഇത് ലോകം മുഴുവൻ ഇത് എത്തിച്ചു ഈ വാർത്ത. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉണ്ട്. പിന്നെ അതുപോലെ 150 ടെലിവിഷൻ ചാനൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ. ബാർബർ ഷാപ്പ് പോലെയാണല്ലോ ടെലിവിഷൻ സ്റ്റേഷൻസ് ഉള്ള. ഒരുത്തൻ കയറി ഒരു ചാനലിൽ കുറച്ചാൾ ജോലി എടുക്കും, പിന്നെ അവിടെ നിന്ന് പിണങ്ങി പോകുന്ന അവൻ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങും. അവിടെ ട്രെയിൻ ചെയ്തിരിക്കുന്ന 2 പേര് പിന്നെ പോയി അവര് വേറെ 2 ചാനൽ തുടങ്ങും. ചാനലുകളെ കൊണ്ട് ബഹളമാണ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ 7 ചാനലിൽ ഇത് വരും, പോർട്ടലിൽ ഈ വാർത്ത വരും. ഇതിങ്ങനെ വന്നത് എന്താ പറ്റിയെന്ന് ഒന്നും അറിയാൻ പാടില്ല. അവർക്ക് കർഷകർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഈ ചീപ്പ് പബ്ലിസിറ്റി വഴി ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിയും യൂണിറ്റിയും ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം വരും. ഇത് എന്റെ അടുത്ത് മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രാജപക്ഷ പറഞ്ഞതാണ്. ഇന്ത്യ വളരെയധികം സൂക്ഷിക്കണം എന്നുള്ള കാര്യം. ഇത് നമ്മള് വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ആവശ്യമാണ്, കാര്യമാണിത്. കണ്ടില്ലേ ഷെയ്ഖ് ഹസീന അവിടെ ചെല്ലുമ്പോ ഈ പറയുന്ന വധശിക്ഷ വരെ വിധിച്ചിരിക്കുകയാണ്. അപ്പോ അതൊക്കെ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ?
എന്റെ പ്രിയൻ ഫിലിപ്പൈൻസില് ഒരു വലിയ രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു, ഒരു ജനാധിപത്യവാദി, ബെനിഞ്ഞോ അക്വിനോ എന്ന് പറഞ്ഞിട്ട്. കൊറാസൻ അക്വിനോയുടെ ഭർത്താവായിരുന്നു ബെനിഞ്ഞോ അക്വിനോ. അയാളെ ഫെർഡിനാൻഡ് മാർക്കോസ് ഓടിച്ചു വിട്ടു. ഫെർഡിനാൻഡ് മാർക്കോസിന്റെ ക്രൂരത സഹിക്കവയ്യാതായപ്പോ, ഈ ഫെർഡിനാൻഡ് മാർക്കോസ് പറയുന്നത് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ചിദംബരത്തിന്റെ ഒക്കെ പോലെയാണ്. കാശ് കെട്ടി അവിടെ കമിഴ്ന്നു കിടക്കുന്ന ഒരുത്തനാണ്, നക്കിയാണ് അയാള്. അപ്പൊ ഇയാളെ ഈ കൊറാസൻ അക്വിനോയുടെ ഭർത്താവ് ബെനിഞ്ഞോ അക്വിനോ അവിടുത്തെ നല്ല രാഷ്ട്രീയ നേതാവും പാർലമെന്റേറിയനൊക്കെ ആയിരുന്നു. ഇയാളെ പേടിച്ചിട്ട്, ഇയാളുടെ ശല്യം പേടിച്ചിട്ട് ഫിലിപ്പൈൻസ് വിട്ടുപോയി. അവസാനം അയാൾക്ക് ഗവൺമെന്റ് മെസ്സേജ് ഇട്ട്, നിങ്ങളിവിടെ വന്നോളൂ, സമാധാനപരമായിട്ട് ചർച്ച നടത്താം, നിങ്ങൾക്ക് ഇലക്ഷൻ നിൽക്കാന്നൊക്കെ പറഞ്ഞ് ചർച്ച പറഞ്ഞു കഴിഞ്ഞപ്പോ അയാൾ വന്നു. അയാളെ ആ എയർപോർട്ടിനുള്ളിലിട്ട് ഫിലിപ്പൈൻസ് പട്ടാളം വെടിവെച്ചു കൊന്നു. എങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പൊ ഇവരെ അത് ചെയ്യാൻ മടിയില്ല. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മുഴുവൻ ഇപ്പൊ ഇസ്ലാമിക് തീവ്രവാദികളുടെ പിടിയിലാണ് ബംഗ്ലാദേശ്. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ഇവരുടെ പേരെന്താ, എഴുത്തുകാരി തസ്ലീമ നസ്ർ. അവർ ഇന്ത്യയിലല്ലേ താമസിക്കുന്ന, എത്രയോ വർഷമായി അവര് എന്നിട്ട് അവർക്കെതിരെ ശാരീരികമായിട്ട് ആക്രമണം നടന്നു. അതുകൂടി നമ്മുടെ പത്രങ്ങൾ ബ്ലാക്ക് ഔട്ട് ചെയ്തു, കൊടുക്കൂല. കാരണം ഇവിടെ ഏതൊക്കെ പത്രത്തിൽ ഏതൊക്കെ വാർത്ത വരണമെന്ന് തീരുമാനിക്കണ ഈ തീവ്രവാദികളല്ലേ, പള്ളിക്കാരും പിന്നെ മുസ്ലിങ്ങളും അല്ലെ തീരുമാനിക്കണം മുഴുവനും. അങ്ങനെ ഇവര് പറയണ എന്നെ ജയിലിൽ പിടിച്ചിട്ടാലും കൊള്ളാം, കൊന്നാലും കൊള്ളാം, ഞാൻ ഡിസംബർ മാസത്തില് പോവുകയാണ് ബംഗ്ലാദേശിലേക്ക്. കാരണം ഡിസംബർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക മാസമാണ്. ബംഗ്ലാദേശ് രൂപീകൃതമായത് ഡിസംബറിലാണ്, 1971 ഡിസംബറിലാണ്. അവരുടെ ആനിവേഴ്സറി, ഇൻഡിപെൻഡൻസ് ഒക്കെ വരുന്നത് ആ സമയത്താണ്. അപ്പൊ അതുകൊണ്ട് അവരവിടെ പോകുന്നാണ് പറയുന്നത്. അവര് ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ഒരു ബംഗ്ലാദേശിനെ അല്ല ഞങ്ങൾ ലിബറേറ്റ് ചെയ്തെടുത്തത്, പാകിസ്ഥാന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഞങ്ങൾ ലിബറേറ്റ് ചെയ്ത് പാകിസ്ഥാൻ ഇതല്ല, ബംഗ്ലാദേശ് ഇതല്ല. ബംഗ്ലാദേശ് മാറിപ്പോയിരിക്കുന്നു. ഇവിടെ ന്യൂനപക്ഷത്തിന് സംരക്ഷണമില്ല, കാണുന്നവരെ മുഴുവൻ കൊല്ലുക അവര്. അറിയാലോ നമുക്ക് ഹിന്ദു സന്യാസിമാരെയൊക്കെ എത്രയോ പേരെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു, എത്രയോ ഹിന്ദുക്കളെ കൊന്നിരിക്കുന്നു, എത്രയോ ഹിന്ദു ജനാധിപത്യവാദികളെയും ഹിന്ദു മാധ്യമ പ്രവർത്തകരെയൊക്കെ കൊന്നിരിക്കുന്നു. അതിനെ കുറിച്ചിട്ടല്ല ഇവിടെ പത്രക്കാരൊന്നും എഴുതൂല. കാരണം അവർക്കിവിടെ നരേന്ദ്രമോദി എന്ത് ചെയ്യണു, നരേന്ദ്രമോദി രാവിലെ എഴുന്നേറ്റ് കുളിച്ചോ ആരെയൊക്കെ കണ്ടോന്ന് അറിയണം. അതാണ് അവർക്ക് ഒരേ ഒരു വാർത്തയുള്ളത്. ഇത് വലിയ അവരുടെ ഡിസംബറിൽ അവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ ഒന്നാമത്തെ അവരുടെ രാഷ്ട്രീയ പാർട്ടിനെ നിരോധിച്ചിരിക്കുക. അവിടെ അവാമി ലീഗ് എന്ന് പറഞ്ഞ അവരുടെ രാഷ്ട്രീയ പാർട്ടിനെ നിരോധിച്ചിരിക്കുക. ആ നിരോധനം നിലവിലിരിക്കുമ്പോഴാണ് അവിടെ ഇലക്ഷൻ നടത്തിയതും അവാമി പാർട്ടിയുടെ ആൾക്കാരെ മത്സരിപ്പിക്കാതെ ഈ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, സിയാവുർ റഹ്മാൻ അയാളുടെ പേര്, അയാള് എന്താ പറയണ ജയിച്ചതും പ്രസിഡന്റ് ആയതൊക്കെ അങ്ങനെയാണ്. അതെ, ഏതായാലും ഇതെന്തായാലും ഇന്ത്യക്ക് ഒരു പാഠമാണ്. ബംഗ്ലാദേശിന്റെ ജനാധിപത്യം തിരിച്ചു വരുമോ എന്നുള്ളത് നോക്കാം. വളരെയധികം നന്ദി സാർ പ്രതികരിച്ചു. അല്ല, ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ, ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ ഇപ്പൊ മറ്റേ എന്താ റൈലി മൂർ എന്ന് പറയുന്ന അമേരിക്കൻ കോൺഗ്രസ്മാൻ, അയാളെ പറഞ്ഞ കേട്ടില്ലേ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരെ വൻ പീഡനം നടക്കുകയാണ്, ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഉഭയകക്ഷി ബന്ധം മോശമാവുന്നു. ഇന്നിപ്പോ രാവിലെ പാർലമെന്റ് കൂടിയപ്പോ പാർലമെന്റ് നടത്താൻ സമ്മതിച്ചില്ല കോൺഗ്രസ്സുകാര്. കാരണം അവർക്ക് FCRA ബില്ല് പാസ്സാക്കിക്കൂല എന്ന് ഇവര് അമേരിക്കൻ ഗവൺമെന്റിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഇവിടുത്തെ ഓരോ നിയമങ്ങളും അത് തകർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഈ CJP ഒക്കെ ആയിട്ട് കോൺഗ്രസിന്റെ ആൾക്കാർക്ക് നല്ല ബന്ധമുണ്ട്. അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ കണ്ട ബഹളം ഇതെല്ലാം ഉണ്ടായത്. ഇപ്പൊ ജൂലൈ 20 നടത്തിയ പാർലമെന്റ് യാത്രയും പാർലമെന്റിലേക്കുള്ള പ്രതിഷേധ പ്രകടനവും അതേപോലെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കുള്ള പ്രതിഷേധ പ്രകടനമൊക്കെ വിദ്യാർത്ഥികൾ നേരിട്ട് ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാനാവണില്ല. അത് മുഴുവൻ ഈ ഗുണ്ടകൾ, കോൺഗ്രസ് ഗുണ്ടകളുണ്ടല്ലോ, കോൺഗ്രസിന് ഒരു വലിയ ഗുണ്ടാ ഗ്യാങ് ഉണ്ട്. ജഗദീഷ് ടൈറ്റ്ലർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഗുണ്ടകളുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള കൊടിക്കുന്നിൽ സുരേഷ് അത്ര നല്ല കഥാപാത്രമല്ല കേട്ടോ. അയ്യോ, അയാള് പറഞ്ഞ് ചിരിക്കെങ്കിലും ഒരു രാക്ഷസന്റെ ലുക്കല്ലേ അയാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെയൊക്കെ സൂക്ഷിക്കണം. വളരെ അപകടകാരിയാണ് അയാൾ.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.